ഗർഭഛിദ്ര നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന നിർദ്ദേശവുമായി സുപ്രീം കോടതി. ബലാത്സംഗം മൂലമുണ്ടായ ഗർഭം അലസിപ്പിക്കാൻ സമയപരിധി നിശ്ചയിക്കരുത്. അതിജീവിതർക്ക് 20 ആഴ്ച പിന്നിട്ട ശേഷവും ഗർഭഛിദ്രത്തിന് അനുമതി നൽകുന്ന വ്യവസ്ഥ ആലോചിക്കണമെന്നും കോടതി പറഞ്ഞു. 15 വയസ്സുള്ള പെൺകുട്ടിയുടെ ഗർഭഛിദ്രത്തിന് അനുമതി നൽകിയ ഉത്തരവിനെ ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർദ്ദേശം. മുഹമ്മദ് റഷീദ് വിശദാംശങ്ങൾ നൽകും. റഷീദ്, ഇതിനകത്തൊരു തീർപ്പ് സുപ്രീം കോടതി കൽപ്പിക്കുകയാണെങ്കിൽ അതൊരു ബെഞ്ച് മാർക്ക് വിധിയാകും. പക്ഷേ അങ്ങനെയല്ല, കോടതി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ചെയ്തത്. അത് ആർക്കുള്ള നിർദ്ദേശമായാണ് എടുക്കേണ്ടത്? സെഫു, നിലവിൽ കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം എയിംസ് ആശുപത്രിക്കുമാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് ഗർഭചിത്രം അലസിപ്പിക്കുന്നതിൽ ഒരു സമയപരിധി ഗർഭചിത്രം നടത്തുന്നതിൽ ഒരു സമയപരിധി നിശ്ചയിക്കരുത് എന്നുള്ള സുപ്രധാന നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. താല്പര്യമില്ലാത്ത ഗർഭം ഏതെങ്കിലും തരത്തിൽ ഒരു പെൺകുട്ടികളെയും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ബലാത്സംഗത്തിന് ഇരകളായിട്ടുള്ള പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ 20 ആഴ്ച പിന്നിട്ട ശേഷവും ഗർഭചിത്രം നടത്താൻ സാധിക്കുന്ന തരത്തിലേക്ക് നിലവിലെ നിയമവ്യവസ്ഥകൾ കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. എന്തായാലും 15 വയസ്സുള്ള പെൺകുട്ടിയുടെ 30 ആഴ്ച പിന്നിട്ട ഗർഭവുമായി ബന്ധപ്പെട്ട് ഇത് അലസിപ്പിക്കാൻ സുപ്രീം കോടതി കഴിഞ്ഞ 24-ാം തീയതി അനുമതി നൽകിയിരുന്നു. പക്ഷേ ഈ സുപ്രീം കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഡൽഹി എയിംസ് നൽകിയിട്ടുള്ള ഹർജിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ ഗർഭചിത്രം നടത്താൻ ഒരു സമയപരിധി നിശ്ചയിക്കരുത് എന്നും, അങ്ങനെ ഒരു സമയപരിധി നിശ്ചയിക്കുകയാണെങ്കിൽ ഈ ഇരകളാകുന്ന പെൺകുട്ടികൾക്ക് അതിൽ വലിയ പ്രത്യാഘാതവും മാനസിക പ്രശ്നങ്ങൾ അടക്കം ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട് എന്നുള്ളത് കൂടി സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്ല ബാഗ്ചി എന്നിവരടങ്ങിയിട്ടുള്ള ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം പൂർണ്ണമായും ഈ ഗർഭചിത്രം നടത്താനുള്ള അനുമതി അത് പെൺകുട്ടിയുടെ കുടുംബത്തിനും ആശുപത്രി അധികൃതർക്കും നൽകണമെന്നുള്ള നിർദ്ദേശമാണ് സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയെ വാദിക്കുന്നത്. പക്ഷേ അത് അനുവദിക്കില്ല എന്നുള്ള കാര്യം കൂടി സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. റഷീദ് ബിൻ മുഹമ്മദ് ദില്ലിയിൽ നിന്ന്.